കേരളം കണ്ട മികച്ച രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നു അന്തരിച്ച സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ സംസാരവും പ്രവൃത്തികളുമെല്ലാം കേരളത്തിൽ ഓരോ മനുഷ്യനെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നതിന് തെളിവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞതിനു പിന്നാലെ ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തുന്ന ജനസാഗരം. പ്രസ്ഥാനത്തിലുപരി VS എന്ന രണ്ടക്ഷരം കൊണ്ട് ആളുകളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയവും. 102-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞ് വെറും കൈയോടെ മടങ്ങുമ്പോൾ VSനെ നെഞ്ചിലേറ്റുന്നത് ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല, ജനസാഗരം തന്നെയാണ്. നാട്ടുഭാഷയിൽ പറയും മണലെറിഞ്ഞാൽ നിലത്ത് വീഴാത്തത്ര തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ. അത് ശരിക്കും അർത്ഥവത്താവുകയാണ് VS എന്ന വിപ്ലവകാരിയുടെ അന്ത്യയാത്രയെ അനുഗമിക്കുന്ന ജനസാഗരത്തെ കാണുമ്പോൾ. VS എന്ന വിപ്ലവ നക്ഷത്രം വിട പറയുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവർ മാത്രമല്ല, സാംസ്കാരിക രംഗത്തുള്ളവരും അദ്ദേഹത്തിനൊപ്പമുള്ള ഓർമ്മകളും അനുഭവങ്ങളും സ്നേഹവും പങ്കുവയ്ക്കുകയാണ്. വിട. വിപ്ലവ സൂര്യൻ വിടവാങ്ങി. ആദരാഞ്ജലികൾ, കണ്ണീർ പ്രണാമം. മരണത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത ഓർമ്മകളിൽ VS ജീവിക്കുമ്പോൾ ചരിത്രം VS എന്ന മനുഷ്യനെ ഓർക്കുക അസ്തമയമില്ലാത്ത സൂര്യൻ എന്നായിരിക്കും. ആദർശ സൂര്യന് ആദരാഞ്ജലികൾ എന്ന് തുടങ്ങിയ കുറിപ്പോടെയാണ് ഗാനഗന്ധർവൻ KJ യേശുദാസ് VSനെ അനുസ്മരിച്ചത്. VS അച്യുതാനന്ദൻ അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വഴികാട്ടിയാണ് അവൻ. ഇപ്പോൾ വിശ്രമിക്കുന്നു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് ഐക്യനുമായിരുന്നു അദ്ദേഹം. ഒരു യഥാർത്ഥ ജനകീയ ചാമ്പ്യനെയാണ് കേരളത്തിനും ഇന്ത്യക്കും നഷ്ടപ്പെട്ടത്. വിട സഖാവെ എന്നായിരുന്നു കമൽഹാസൻ കുറിച്ചത്. ജീവിതം തന്നെ സമരമാക്കിയ ജനനായകൻ, പ്രിയപ്പെട്ട സഖാവ് VSന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. സാധാരണക്കാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായി തിളങ്ങി നിന്ന ആ മഹത് വ്യക്തിത്വവുമായി എക്കാലത്തും സ്നേഹബന്ധം പുലർത്താനായത് ഭാഗ്യമായി ഞാൻ കാണുന്നു. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്ന് മോഹൻലാൽ കുറിച്ചപ്പോൾ പ്രിയ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്ന ചുരുങ്ങിയ വാക്കുകളിൽ മമ്മൂട്ടി കുറിച്ചത് അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവുമായിരുന്നു. കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യത്തിലൂടെ VS ആളുകളിൽ ഒരു വികാരമായി അലയടിച്ചുകൊണ്ടിരുന്നു എക്കാലവും. VSന് തുല്യം VS മാത്രമെന്നും അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരും നിലവിലില്ലെന്നും ഇനി അദ്ദേഹത്തെ പോലെ ഒരു ജനകീയനായ നേതാവ് ഉണ്ടാകില്ലെന്നും പകൽ പോലെ വ്യക്തമാണ്. അക്ഷരം തെറ്റാതെ സഖാവെന്ന് വിളിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ജനകീയ മുഖം. അതെ, VS. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുന്നവർ നിരവധിയാണ്. എല്ലാ വിഭാഗങ്ങളുടെയും ഹൃദയം മനസ്സിലാക്കിയ ഒരു വമ്പൻ നേതാവായിരുന്നു സഖാവ് VS അച്യുതാനന്ദൻ. നഷ്ടത്തിന്റെ അളവുകോലൊക്കെ ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള ആഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറിക്കുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാത്തതിന്റെ സങ്കടവും അദ്ദേഹം അറിയിച്ചു. ജീവിതത്തിൽ ഏറ്റവും വേദനയോടെ നിന്നപ്പോൾ കൈപിടിച്ചു കയറ്റാൻ അന്ന് ഞങ്ങൾക്ക് ആലുവ SP ഓഫീസിൽ നിന്നും ഒരു വിളി വന്നു. അന്നത്തെ കേരള മുഖ്യമന്ത്രി സഖാവ് VS എന്ന് പറഞ്ഞിട്ട് വന്ന ആ വിളി കാരണം തിരിച്ചു കിട്ടിയത് ഞാനും അമ്മയും അച്ഛനുമടക്കം 3 പേരുടെ ജീവിതമാണ്. ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കാരണക്കാരനായ പ്രിയ സഖാവിന് വിട എന്നായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ അഭിലാഷ് പിള്ളയുടെ വാക്കുകൾ. നടൻ ശരത് അപ്പാനി, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ദിലീപ്, ആസിഫ് അലി, ടൊവിനോ തോമസ് തുടങ്ങി നിരവധി താരങ്ങളാണ് VSന് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയത്. VS എന്ന രണ്ടക്ഷരം കൊണ്ട് അജയ്യനാണ് അദ്ദേഹം. സമരമുഖങ്ങളിലെ പോരാട്ട വീര്യം. സഖാവേ, ഇല്ല, നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ലാൽ സലാം സഖാവേ.